സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാറ്റകളെ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ ടീമുകളാണ് ഇപ്പോൾ പക്ഷേ നെട്ടോട്ടമോടുകയാണ്. മൗനം വെടിഞ്ഞ് മോദിക്ക് പാതിരാത്രി മിണ്ടേണ്ടി വന്നു, അതും സെൽഫി വീഡിയോ. പിന്നെ ജൻസികളെ കയ്യിലെടുക്കാൻ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വീഡിയോ തുടങ്ങുന്നു. എന്തൊക്കെ PR പരിപാടികളല്ലേ. അതിനിടെ സർക്കാരിന്റെ കള്ളം പൊളിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. മന്ത്രിമാർ CJP-ക്കാർ പറഞ്ഞ സ്ഥലത്ത് തന്നെ പോയി ചർച്ച നടത്തി. മോദിയെ തന്നെ ഇറക്കി BJP നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളെ പേടിച്ചാണ് BJP ഇങ്ങനെ ചെയ്യുന്നത്. അക്കാര്യം വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ജന്തർ മന്ദറിലെ സമരം രാജ്യത്തെ പ്രതിഷേധങ്ങളുടെ ഭാഷയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ് എന്ന് പറയാം. സമരത്തിന്റെ പ്രതീകങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. ആദ്യം 2024 നീറ്റ് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞത് നമുക്ക് കേട്ടു നോക്കാം. കേന്ദ്ര സർക്കാർ പഹലെ ഹി ഏക് കടാ കാനൂൻ ബനാ ചുക്കി ഹൈ. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ശക്തമായ നിയമം നിർമ്മിച്ചു കഴിഞ്ഞു. നീറ്റ് കെ മാമലെ മേ ലഗാതാർ ഗിരഫ്താരിയാ കീ ജാ രഹി ഹൈ. നീറ്റ് ചോർച്ചയിൽ ആളുകളെ നിരന്തരം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 ജൂലൈയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അതേ മോദിജി പാതിരാത്രി ഇട്ട വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനായി ശക്തമായ നിയമ ഭേദഗതികളും ബില്ലുകളും കൊണ്ടുവരും. പിന്നെ ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യാനും ഉടനടി ശിക്ഷ ഉറപ്പാക്കാനും രാജ്യത്ത് അതിവേഗ കോടതികൾ സ്ഥാപിക്കും. അപ്പോൾ അന്ന് പാർലമെന്റിൽ പറഞ്ഞതോ? കൺഫ്യൂഷൻ വേണ്ട, അന്ന് പാർലമെന്റിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി പറയുന്നത്. ആകെയുള്ള വ്യത്യാസം അതിലൊരു ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നുകൂടി ചേർത്തു എന്നതാണ്. 2024 അന്നത്തെ നിയമത്തിൽ ശിക്ഷിക്കപ്പെടാത്തവർ പുതിയ നിയമത്തിൽ ശിക്ഷിക്കപ്പെടും എന്നാണോ പ്രധാനമന്ത്രി പറയുന്നത്? അതാര് വിശ്വസിക്കും? കാരണം 2024 നീറ്റ് UG പേപ്പർ ചോർച്ചയിലെ മുഖ്യ ആസൂത്രകൻ എന്ന് CBI തന്നെ പറഞ്ഞിരുന്ന സഞ്ജീവ് മുഖിയക്കെതിരെ തെളിവില്ല എന്നാണ് ഇപ്പോൾ CBI പറയുന്നത്. അതായത് ആരും ഇനിയും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ഈ വാർത്തകളൊക്കെ നൽകുന്നത്. മറ്റൊന്ന്, ഏറ്റവും പുതിയ സെൽഫി വീഡിയോയിൽ മോദിജിക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്ന് ജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. നീറ്റ് പുനഃപരീക്ഷാ ഫലം വന്നത് ജൂലൈ 19 എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഫലം യഥാർത്ഥത്തിൽ വന്നത് ജൂലൈ 16. ഇതുപോലും പ്രധാനമന്ത്രിയെ കൊണ്ട് സെൽഫി വീഡിയോ എടുപ്പിച്ച അദ്ദേഹത്തിന്റെ PR ടീമിന് അറിയില്ലേ എന്നാണ് CJP-ക്കാർ ചോദിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ ഒന്നും ജൻസികളെ സ്വാധീനിച്ചിട്ടില്ല. മാത്രമല്ല പ്രധാനമന്ത്രിയെ ട്രോളി കൊല്ലുകയാണ് ജൻസി അക്കൗണ്ടുകൾ. ചോദ്യപേപ്പർ ലീക്കാകുമെങ്കിൽ എപ്പോഴാണ് അച്ഛാദിൻ ലീക്കാകുക എന്നാണ് ജൻസികൾ ചോദിക്കുന്നത്. മോദി ജനങ്ങളുടെ സേവകനല്ല, പ്രധാന്റെ സേവകനാണ്. പ്രധാൻ എന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ സേവകനാണ് എന്നാണ് ജൻസി അക്കൗണ്ടുകൾ ട്രോളുന്നത്. ഇനി രാഹുൽ ഗാന്ധി സർക്കാരിനെ പൊളിച്ചത് എങ്ങനെയെന്ന് നോക്കാം. ദില്ലി പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന യുവാവുമായിട്ടാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. സർക്കാർ ने कहा है कि कोई पैलेट गन यूज नहीं हुई. कहा है ना, ये देखिए, ये है पैलेट गन. थोड़ा घूम जाओ. इसको कहते हैं पैलेट गन. इसको कहते हैं पैलेट गन. ठीक है. और इनकी आंख डैमेज हो गई है. इनकी आंख से इनको दिखाई नहीं दे रहा है. പെല്ലറ്റ് പ്രയോഗിച്ചിട്ടേ ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. മോദിയും സംഘവും കള്ളം പറയുന്നത് നിർത്തണമെന്നാണ് രാഹുൽ ഗാന്ധി ഈ യുവാവിനെ മുൻനിർത്തി ആവശ്യപ്പെട്ടത്. പെല്ലറ്റ് കൊണ്ട് സാഹിലിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നും രാഹുൽ പറഞ്ഞു. ഇനി CJPയും കേന്ദ്രമന്ത്രിമാരും നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വന്നാൽ, JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് CJP നേതാക്കളുമായി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. അതായത് നദ്ദയുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആദ്യം അറിയിച്ചത്. പക്ഷേ പറ്റില്ല, ഞങ്ങൾ പറയുന്നിടത്തേക്ക് വരണം എന്ന് CJP-ക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിലേക്ക് ചർച്ച മാറ്റുകയായിരുന്നു. CJPയുടെ 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് എടുത്ത നിയമ നടപടികളും കേസുകളും പിൻവലിക്കാമെന്നും നീറ്റ് വിവാദങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ ധനസഹായം ഉറപ്പാക്കാമെന്നും കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തർക്ക വിഷയമാണ്. അന്തിമ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് വരെ
സമയം ചോദിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രധാന്റെ രാജി വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ് CJP നേതാക്കൾ ഈ ചർച്ചയ്ക്ക് ശേഷവും അറിയിച്ചിരിക്കുന്നത്. മറ്റാവശ്യങ്ങൾ അംഗീകരിച്ചാലും മന്ത്രിയുടെ രാജി ഇല്ലാതെ സമരം നിർത്തില്ല എന്നാണ് CJP നേതാക്കൾ അറിയിക്കുന്നത്. BJP എന്തുകൊണ്ടാണ് നാണക്കേടുണ്ടായിട്ടും CJP നേതാക്കളുമായി പെട്ടെന്നൊരു ചർച്ചയ്ക്ക് തയ്യാറായത്, പെട്ടെന്നുള്ള നീക്കങ്ങൾ നടക്കുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങിയത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കാരണങ്ങളാണ് ഉള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 3 കാരണങ്ങൾ എന്ന് വെച്ചാൽ BJPയുടെ 3 പേടികളാണ്. ഒന്ന്, BJP IT സെല്ലിനെ ജൻസികൾ പരാജയപ്പെടുത്തിയത് തന്നെയാണ്. BJPക്കെതിരായ സമരങ്ങളെ പ്രതിരോധിക്കാൻ BJP IT സെൽ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നറേറ്റീവുകളോ ട്രോളുകളോ ഈ സമരത്തിൽ ഫലിക്കുന്നില്ല. ട്രോളുകളും നറേറ്റീവ് എന്ന് പറയുമ്പോൾ വ്യാജ പ്രചാരണങ്ങൾ എന്നുകൂടി നമുക്ക് അതിനെ അർത്ഥമാക്കാം. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിക്കുന്നത് പാറ്റകളാണ്, അതായത് ജൻസികളാണ്. അവർ മീമുകളും ഇൻസ്റ്റഗ്രാം റീലുകളും ചെറിയ വീഡിയോകളും വരെ പെട്ടെന്ന് നിർമ്മിച്ച് സോഷ്യൽ മീഡിയ നിറയെ ജന്തർ മന്ദറിലെ സമരത്തെ കൊണ്ട് നിറയ്ക്കുകയാണ്. അത് വളരെ വേഗം ട്രെൻഡ് ആവുകയും ചെയ്യുന്നു. ഇതിനെ കവച്ചു വെക്കാൻ, ഇതിൻ്റെ മുകളിലേക്ക് ഒരു വീഡിയോ വെക്കാൻ BJP IT സെല്ലിൻ്റെ തലകൾക്ക് കഴിയുന്നില്ല. കാരണം സിമ്പിളാണ്, അവർക്ക് ഹിന്ദു മുസ്ലിം പരിപാടികൾ മാത്രമേ അറിയൂ. രണ്ടാമത്തെ കാരണം, സമരത്തിന് ഇപ്പോഴും കൂടുന്ന ജനപിന്തുണയാണ്. BJPയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ മധ്യവർഗ കുടുംബങ്ങളിലെ സ്ത്രീകളെ, അതായത് വീട്ടമ്മമാരെ ഈ വിഷയം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ കുട്ടികളുടെ ഭാവി തകരുമെന്ന ഭയം ഇത്തരം വീട്ടമ്മമാരിൽ പോലും സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായി മാറുന്നു എന്ന് BJP നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. കാരണം പരീക്ഷാ ക്രമക്കേട് എന്നത് കേവലമായ ഒരു രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ അത് രാഷ്ട്രീയമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രാഹുൽ ഗാന്ധിയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമരവും രാഹുലിനെതിരെ ഉണ്ടായ ബലം പ്രയോഗിച്ചുള്ള പോലീസ് നടപടിയും വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ വലിയൊരു ട്രെൻഡ് അല്ലെങ്കിൽ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഈ വിഷയം നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ആളുമാണ്. ഇതെല്ലാം യുവതലമുറയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് BJP തിരിച്ചറിയുന്നുണ്ട്. ഇത് BJPക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അത് BJP ബുദ്ധി കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല സമരം മുന്നോട്ട് പോയാൽ അത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ എന്നുള്ളൊരു ഭയം അത് BJPക്കുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ജൻസികളെ തണുപ്പിക്കാൻ നോക്കുന്നത്. അത് പക്ഷേ ഫലം കണ്ടിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള അനുനയ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോഴും മറുവശത്ത് സമരത്തെ തകർക്കാനുള്ള പണികളും കേന്ദ്രം തുടരുകയാണ്. ജന്തർ മന്ദറിലെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. ബ്ലൂടൂത്ത് മെസ്സേജിങ് ആപ്പ് പോലും ബാൻ ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റ ഉപയോഗിക്കാനും മെസ്സേജ് അയക്കാനും കഴിയാതെ വരുമ്പോൾ ജൻസികൾ ജന്തർ മന്ദർ വിട്ടുപോകുമെന്നാണ് അമിത്ഷായും അദ്ദേഹത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളും വിചാരിക്കുന്നത്. എന്നാൽ ഇത്രയും കാലം ഭയന്ന് വായടച്ചിരുന്ന മുതിർന്നവർ പോലും തമാശകളിലൂടെയും ട്രോളുകളിലൂടെയും മോദിയും കൂട്ടരെയും പരിഹസിക്കുകയാണ് എന്നുള്ളത് അമിത്ഷായ്ക്കും കൂട്ടർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. മോദി അമിത്ഷാ ടീം വലിയ പ്രതിസന്ധിയിലാണ്. കർഷക സമര സമയത്ത് നിരവധി നറേറ്റീവുകൾ അവരെ രക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സർക്കാരിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല. രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും പോലുള്ള നേതാക്കളാകട്ടെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുന്നതും BJPക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. ജന്തർ മന്ദറിൽ ഭക്ഷണത്തിൻ്റെ ഭാഷ പോലും മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ സമരങ്ങളിൽ ഭക്ഷണം ആയിട്ട് വന്നിരുന്നത് ഈ ചായയും ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു. എന്നാൽ ജന്തർ മന്ദറിലെ പ്രതിഷേധക്കാർക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് ബർഗറുകളാണ്. അതും ഇറച്ചിയുള്ള ബർഗറുകളാണ്. ഈ മാറ്റം പോലും പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ്. സർക്കാർ വിചാരിക്കുന്നത് പോലെ ജനങ്ങളെ സങ്കുചിതമായ ചിന്തകളിൽ ഒരുപാട് നാൾ തളച്ചിടാൻ കഴിയില്ല എന്നാണ് CJP സമരം വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.